ഈ പാട്ടുകൾ ചോദിക്കുമ്പം നമ്മൾ ആദ്യം എഴുതിയ പാട്ട് അതെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് നമ്മൾ എഴുതിയ ഒരു ഗാനം. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് കാണാൻ ഒരു പാട്ട് എഴുതിയത്. അത് ഏതോ സിനിമാ പാട്ടിൻ്റെ ട്യൂണിലൊക്കെയാണ് എഴുതിയത്. അതൊന്നും ലിസ്റ്റിലൊന്നും പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ പാടുന്ന ഈ വിശ്വാസ ഗാനങ്ങളുടെ ആ സീരീസിൽ വരുന്ന ആ പാട്ടുകളാണ് ഞാനും ശരിക്ക് പരിചയപ്പെടുത്താനും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒക്കെ സ്റ്റേജിലൊക്കെ പാടുന്നതും ആ പാട്ടുകൾ. അത് 1998 അന്നേരം ഞങ്ങൾ നാഗ്പൂരിൽ വന്നു. 97 ഞങ്ങൾ നാഗ്പൂരെത്തി. അപ്പോൾ ആ പാട്ടെന്ന് പറയുന്നത്, ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയിൽ ഇനി തളരുകയില്ല. ആ പാട്ടിനും അതിൻ്റെ വരികൾക്കൊക്കെ അത്ര ശക്തി ഉണ്ടെന്നൊന്നും എനിക്കും അറിയത്തില്ലായിരുന്നു. അതിനാസ്പദമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകൾ, അവൾക്ക് അന്നൊരു 4 വയസ്സ് പ്രായം, 4-4.5 വയസ്സുണ്ടാവുമായിരിക്കും. കൊച്ചിനൊരു വില്ലൻ ചുമ വന്നു. അതൊരു 3-4 ദിവസം നീണ്ടു നിന്നു. ഈ 4 ദിവസം ചുമയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ചുമ. അപ്പോൾ അറിയുന്ന മരുന്നുകളെല്ലാം കൊച്ചിന് കൊടുത്തു നോക്കി, പക്ഷെ അതൊന്നും ഫലപ്പെട്ടില്ല. നമ്മൾ ഈ മുതിർന്ന ആളുകളൊക്കെ കഴിക്കുന്ന ബെനാഡ്രിൽ പോലത്തെ മരുന്നുകൾ വരെ കൊച്ചിന് കൊടുത്തു നോക്കി. അപ്പം 4ാമത്തെ രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഇങ്ങനെ സൗഖ്യമാക്കണം. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. 4ാമത്തെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സങ്കടം വന്നു എനിക്ക്. കർത്താവ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം ഒരു മറുപടി തരുന്നില്ലല്ലോ. രാത്രി ഒരു 11-11:30 മണിയൊക്കെ ആയി കാണുമ്പോഴും കൊച്ചു ചുമക്കുകയാണ്. ഞാൻ പോയി എൻ്റെ ഓഫീസ് മുറിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ കിടന്ന് കാലെ പിടിച്ച് കർത്താവ് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം. പക്ഷെ അതിനൊന്നും ദൈവം ഒരു മറുപടിയൊന്നും തന്നില്ല. നമ്മൾ ഈ കുറേയൊക്കെ പ്രാർത്ഥിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടും ദൈവം മറുപടി തരാതിരിക്കുമ്പോഴത്തേക്കും ഒരല്പം വിഷമമൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ അന്നേരം ഈ നമ്മുടെ തോളത്ത് തട്ടി ഈ കോളറിന് പിടിച്ച് പോക്കുന്നത് പോലെ ദൈവം ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാനന്ന് കേട്ടു. യു ഗെറ്റ് അപ്പ്, ഗോ ആൻഡ് കമാൻഡ് ദ മൗണ്ടൻ ടു മൂവ്. ഞാൻ അന്ന് രാവിലെ വായിച്ച ഒരു വേദഭാഗമാണ്. നീ എഴുന്നേറ്റ് പോയി മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിക്കാം. അപ്പം ഈ 4 ദിവസമായിട്ട് ഈ പ്രശ്നത്തിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അതല്ല, പോയി അതിനോട് കൽപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു അസ്വസ്ഥത ദൈവം പ്രകടിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ടോണിലാണ് എന്നോട് സംസാരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് കത്തി. ഞാൻ എഴുന്നേറ്റ് പോയിട്ട് അന്നേരം തന്നെ കൊച്ചിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ചുമ മാറിപ്പോകട്ടെ, പോകാമെന്ന് തന്നെ. എനിക്കറിയാം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടാത്മാവുണ്ട്, ആ രോഗത്തിൻ്റെ ഒരാത്മാവ്. അതിനോടുള്ള ഒരു കോപം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ശക്തമായിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു. നമ്മളീ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നില്ലേ, അതുപോലെ കുഞ്ഞു സൗഖ്യമായി അന്നേരം ആ സമയത്ത് തന്നെ. ഞാനൊരു 10 മിനിറ്റ് അവിടെ നിന്ന് നോക്കി, പിന്നെയും ചുമയ്ക്കുന്നുണ്ടോന്ന്. അവിടെ ചുമച്ചില്ല, ശാന്തമായിട്ട് കിടന്നുറങ്ങി. ഞാൻ അന്നേരം നേരെ പോയത് പിന്നെ ഓഫീസ് മുറിയിലോട്ടാണ്. ഞാനതുവരെ ഇങ്ങനെ ഈ ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ ഡാൻസ് ചെയ്ത് ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞ് ദാവീദ് നൃത്തം ചെയ്തോ ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് രാത്രി ആരുമില്ല, ഓഡിയൻസ് ഒന്നുമില്ല. ഞാൻ ദൈവസന്നിധിയിൽ തുള്ളിച്ചാടി ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഇത്രയും വലിയൊരു അധികാരമാണല്ലോ എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവ മക്കൾക്കെല്ലാം ഉള്ള അധികാരം എത്ര വലുതാണെന്നുള്ളൊരു വെളിപ്പാട് വാസ്തവത്തിൽ അന്ന് രാത്രി കിട്ടി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണത്, ഈ ലോക ജീവിതത്തിൽ. അതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഒഴുകി വരുമായിരുന്നു, ആ പാട്ടും ട്യൂണും എല്ലാം കൂടെ. അന്ന് രാത്രിയിൽ എഴുതിയതാണ്. അനേകർക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു ആ ഗാനം. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ജയാളിയാണല്ലോ ഞാൻ, ജയാളി
ക്രൂശിലീശു ഇതെല്ലാം വഹിച്ചതാ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ മനുഷ്യനെ നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. എന്മേലു ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലു ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലീശു ജയാളിയായ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. ക്രൂശിലീശു ജയാളിയായതാ ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ മനുഷ്യനെ നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ മനുഷ്യനെ നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല. ജയാളിയാണല്ലോ ഞാൻ ജയാളിയാണല്ലോ. അതുപോലെ ഈ ചിന്താകുലങ്ങൾ എന്നുള്ളൊരു ഗാനമുണ്ടല്ലോ, അത് ഒത്തിരി ആൾക്കാരെ സ്പർശിച്ചൊരു ഗാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്താണ് ആ ഗാനത്തിൻ്റെ? ഈ ചിന്താകുലങ്ങൾ, പിന്നെ ഈ പരീക്ഷകൾ നീണ്ടവയല്ല, പിന്നെ യഹോവ ഇരെ, ഈ 3 പാട്ടും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകളാണ്. ഇപ്പം ഞങ്ങൾ ഒരു ക്രൈസിസിലൂടെ പോയ സമയത്താണ് ദൈവം സംസാരിച്ചത്. ആക്ച്വലി ആ സംസാരിച്ച സമയത്ത് എഴുതിയതാണ് ഈ ചിന്താകുലങ്ങളെല്ലാം യേശുവിന് മേലിട്ട് കൊള്ളുക. പിന്നെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ആ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ആ സമയത്താണ് ഈ പരീക്ഷകൾ നീണ്ടവയല്ല എന്നുള്ള പാട്ട് എഴുതിയത്. ആ അത്ഭുതം ദൈവം ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യഹോവ ഇരെ എന്നുള്ള പാട്ട് എഴുതിയത്. അത് സംഭവിതമായിരുന്നു എൻ്റെ മൂത്ത മകൾ. അവളുടെ ചുറ്റിപ്പറ്റി പല അനുഭവങ്ങളുണ്ട്. അവളെ ഞങ്ങൾ തമിഴ്നാട്ടിലൊരു സ്കൂളിൽ, ഒരു മിഷണറിമാരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഞങ്ങൾ ചേർത്തത്. അപ്പം അത് ഇച്ചിരി എക്സ്പെൻസീവായിട്ടുള്ളൊരു സ്കൂളാണ്. അത് താങ്ങാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തെ കൊച്ചിന് അവിടെ അഡ്മിഷൻ ഒക്കെ കിട്ടി, അങ്ങനെ ചേർത്ത. പക്ഷെ അവിടെ അവളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അവിടെ അടയ്ക്കേണ്ട ആദ്യത്തെ ഇനിഷ്യൽ ഫീസൊക്കെ അതൊന്നും കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. വളരെ കുറച്ച് പൈസ മാത്രം അവിടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അഡ്മിഷൻ തന്നെ തരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചു, സാറേ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് തരാനായിട്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്ര ദിവസം കൊടുക്കും ഇനി ബാക്കി തരും. ഞങ്ങൾ 1 മാസം എന്ന് പറഞ്ഞു. പക്ഷേ 1 മാസം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമല്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ല. അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സമ്മതിച്ചു, ഓക്കെ 1 മാസം കഴിഞ്ഞിട്ട് 1 മാസത്തിനകത്ത് നിങ്ങളത് തന്നുകൊണ്ടാവും. പക്ഷെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഈ 1 മാസം പ്രാർത്ഥിച്ചിട്ടും ഒരു വഴിയും തുറന്നില്ല. 1 മാസമായി, 2 മാസം, 3 മാസമായി. 3 മാസമായപ്പോഴത്തേക്ക് ഈ 3 മാസം ഫീസും കൂടെ കൂടി. ഇതെല്ലാം കൂടെ ചേർത്ത് വലിയൊരു എമൗണ്ടായി. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾക്കതൊരു വലിയ എമൗണ്ട് ആയിരുന്നു അന്ന്. അക്സയ്ക്ക് ഇപ്പോൾ 29 വയസ്സ് കഴിഞ്ഞു, 30 വയസ്സാണ്. 25 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 4500 രൂപ അന്ന് ഈ 3 മാസത്തെ ഫീസും എല്ലാം കൂടെ ചേർത്ത് ആയി. അന്ന് നമുക്ക് 4000 രൂപ എടുക്കാൻ ഇല്ല നമ്മുടെ കയ്യിൽ. അന്ന് 4-5 രൂപയ്ക്ക് അരി കിട്ടും 1 കിലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്കൂളിൽ നിന്ന് ഇങ്ങനെ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ ഫീസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ആൾക്കാരൊക്കെ നമ്മുടെ അറിവിലൊക്കെ ഉണ്ട്, പക്ഷേ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പഞ്ചാബിലൊരു മീറ്റിങ്ങിന് പോകണമായിരുന്നു, കീബോർഡ് വായിക്കാനായിട്ട്. അപ്പോൾ ഞാനവിടെ
ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് താമസിക്കുന്ന റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ രാത്രി ഇതെൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമായിട്ടിരിക്കുന്നൊരു വിഷയമാണ്. കർത്താവ് ഈ ഫീസ് കൊടുക്കണം, എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തരണം. അന്ന് 4500 എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു വലിയൊരു തുകയാണ്. കർത്താവെ ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും. നിലത്ത് കിടന്ന് കമണ് കിടന്ന് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശാന്തമായിട്ട് സംസാരിച്ചു. എഴുന്നേൽക്ക്, ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ എഴുന്നേറ്റ് ദൈവത്തോട് ചേർത്താവേ എന്ത് വഴിയാണ്, അപ്പോൾ നീ ചിന്തിക്കുന്നതിനേക്കാളും നല്ലൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി കരുതുന്നുണ്ട്. എന്നിട്ട് ദൈവം വളരെ സ്പെസിഫിക് ആയിട്ടൊരു വാക്ക് പറഞ്ഞു. ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്ക്. നീ കണ്ടിട്ടില്ലാത്ത ആളുകളിലൂടെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ കേട്ടിട്ട് പോലും, നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വഴിയിലൂടെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ആ വാക്ക് കയറി പിടിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ ഓക്കെ, എനിക്കത് മതി, അത് സന്തോഷം. അപ്പോൾ ഏതോ ഒരു വഴി ആരിലൂടെ ദൈവം തുറക്കാൻ പോകുന്നു. ആളിനെ ഞാൻ കണ്ടിട്ടുമില്ല, വഴി എനിക്കറിയത്തുമില്ല. അപ്പോൾ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്നുള്ളത്. അത് കഴിഞ്ഞുള്ള പിന്നെ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഈ വിഷയത്തിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കണം, ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ദൈവം സംസാരിച്ച ആ വാക്കുകളിൽ നിന്നാണ് ശരിക്കും ആ ചിന്താകുലങ്ങൾ എന്നുള്ള പാട്ട് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷകൾ നീണ്ടവയല്ല, ഇതെല്ലാം മാറിപ്പോയി, ഇതെല്ലാം വേഗത്തിൽ വേഗത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു വിശ്വാസം. അതാണ് രണ്ടാമത് എഴുതിയ പാട്ട്. ഞാൻ വീട്ടിലേക്ക് എഴുതി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ നിന്നൊരു ലെറ്റർ വന്നു. ആ ലെറ്ററിനകത്ത് അക്സയുടെ ഫീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് താഴെ ആ അക്കൗണ്ടിനകത്ത് എഴുതിയിരിക്കുന്നത് അക്സയുടെ അക്കൗണ്ടിൽ 500 രൂപ ഇപ്പോൾ ബാലൻസ് കിടപ്പുണ്ടെന്ന്. അങ്ങനെ വരാനായിട്ട് ഒരു വഴിയുമില്ല. അപ്പം ഞാൻ സ്കൂളിലെ അക്കൗണ്ടൻറ്റിനെ വിളിച്ചു, ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാറേ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതിരുത്തിട്ട് ഞങ്ങൾ പൈസ ഒന്നും ഇവിടെ അടച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇതിൽ ബാലൻസ് കാണിക്കുന്നുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞു, അതങ്ങനെയല്ല, ഇവിടെ ഒരാൾ വന്നിട്ട് മിഷണറിമാരുടെ മക്കളിൽ ഫീസ് പെൻഡിങ് ഉള്ളവരുടെയൊക്കെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ലിസ്റ്റ് കൊടുത്തു. കുറേ പിള്ളേരുടെയൊക്കെ പെൻഡിങ് ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് അയാൾ അക്സയുടെ പേരിൽ ഇങ്ങനെ വെല്ലൂത്തിട്ട് വന്നിട്ട് ഈ കൊച്ചിന് വേണ്ടി ഞാനൊരു 5000 രൂപ അടയ്ക്കാമെന്ന് പറഞ്ഞു. 5000 രൂപ അദ്ദേഹം അടച്ചിട്ട് പോയി. അങ്ങനെ 4500 ക്ലിയറായി, 500 രൂപ ബാക്കി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സൊക്കെ ഒന്ന് തരുവാണെങ്കിൽ ഒരു താങ്ക്സ് ലെറ്റർ എഴുതാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റത്തില്ല, അതവരുടെ ഇവിടുത്തെ ഡോണേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം. അതിനുശേഷം എഴുതിയ പാട്ടാണ് ഈ യഹോവ ഇരേ ഇരേ ഇരേ, ദൈവം കരുതുന്നു, എനിക്കുള്ള ആഹാരം, വസ്ത്രം, സകല ആവശ്യങ്ങളും ദൈവം കരുതുന്നുള്ളൂ. അങ്ങനെ 3 പാട്ട് വാസ്തവത്തിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്കുണ്ടെങ്കിൽ ആദ്യത്തെ ആ പാട്ടൊന്ന് പാടാം, ചിന്താകുലങ്ങളെല്ലാം യേശുവിൻ മേലിട്ട് കൊള്ളുക. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം, ചിന്താകുലങ്ങളില്ല.